നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തെ ഞെട്ടിച്ച ഒരു ക്രൈം ന്യൂസ് തന്നെയാണ് പുറത്തുവരുന്നത്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്ന് കാണാതായ സ്ത്രീകളുടെ തിരോധാന കേസിൽ അന്വേഷണ സംഘത്തിന് നിർണായക തെളിവുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ഐഷ എന്നീ 3 സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിലുണ്ടായിരുന്നത്. ഇവർ 3 പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ചേർത്തല ജൈനമ്മ തിരോധന കേസിൽ പ്രതി സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം റിമാൻഡിലായിരുന്നു. ഈ മാസം 26 വരെയാണ് റിമാൻഡ് കാലാവധി. ഇയാളെ ആലപ്പുഴ ജില്ലാ ജയിലിലേക്ക് മാറ്റും. ജൈനമ്മ തിരോധന കേസ് അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സെബാസ്റ്റ്യൻ കുറ്റകൃത്യം ചെയ്തതിന്റെ നിർണായക തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെബാസ്റ്റ്യനെതിരെ തട്ടിക്കൊണ്ടുപോകൽ കുറ്റം ചുമത്തിയിട്ടുണ്ട്. പ്രതി ഇതുവരെ കുറ്റം സമ്മതിച്ചില്ലെങ്കിലും മറ്റു തെളിവുകളെല്ലാം ലഭിച്ചതായി അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല, ശാസ്ത്രീയ തെളിവുകളടക്കം ശേഖരിക്കാൻ സാധിച്ചതായും സംഘം വ്യക്തമാക്കി. DNA പരിശോധനാ ഫലവും ജൈനമ്മയുടെ മൊബൈൽ ഫോൺ എവിടെയെന്നതിന്റെ ഉത്തരവുമാണ് ഇനി ലഭിക്കേണ്ടത്. നിലവിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തട്ടിക്കൊണ്ടുപോകൽ വകുപ്പ് കൂടി സെബാസ്റ്റ്യനെതിരെ ചുമത്തിയിട്ടുണ്ട്. നേരത്തെ കൊലപാതകവും തെളിവ് നശിപ്പിക്കലുമായിരുന്നു സെബാസ്റ്റ്യനെതിരെ ചുമത്തിയിരുന്ന കുറ്റങ്ങൾ. കഴിഞ്ഞ വർഷം ഡിസംബർ 23-നാണ് ജൈനമ്മയെ കാണാതായത്. അന്വേഷണത്തിൽ ജൈനമ്മയുടെ ഫോൺ അവസാനമായി ഓണായത് പള്ളിപ്പുറത്ത് വെച്ചാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് അസ്ഥികൂടം ലഭിച്ചിരുന്നത്. അതേസമയം ആലപ്പുഴ കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധനത്തിൽ നിർണായക വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ബിന്ദു പത്മനാഭന്റെ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരനായ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന ശബ്ദരേഖയാണ് പുറത്തുവന്നിരിക്കുന്നത്. ദല്ലാളായ സോഡ പൊന്നപ്പൻ അയൽവാസിയായ കടക്കരപ്പള്ളി സ്വദേശിനി ശശികലയോടാണ് കൊലപാതക വിവരം വെളിപ്പെടുത്തിയത്. 4 വർഷം മുമ്പാണ് ശശികലയോട് സോഡ പൊന്നപ്പൻ സംസാരിച്ചത്. ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ്. ഈ സ്ത്രീയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തി. സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് ഇല്ലാതാക്കിയതെന്ന് പൊന്നപ്പൻ പറയുന്നത് ശബ്ദരേഖയിലുണ്ട്. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സെബാസ്റ്റ്യനും സുഹൃത്തിനും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന് ഇയാൾ പറയുന്നുണ്ട്. ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലായതോടുകൂടി സെബാസ്റ്റ്യനും സുഹൃത്തും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി. അവർ ഒന്നിച്ചിരുന്നു മദ്യപിക്കാറുണ്ടായിരുന്നു. ബിന്ദുവിനെ സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ലഹരി നൽകി മയക്കിയ ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിലുണ്ട്. ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു. അന്ന് സെബാസ്റ്റ്യന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാടുണ്ടായിരുന്നു. എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നെന്നും പൊന്നപ്പൻ പറയുന്നുണ്ട്. 2006 മുതലാണ് ബിന്ദുവിനെ കാണാതായത്. 2017 സെപ്റ്റംബർ 17-നാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. പരാതി ജില്ലാ പോലീസ് മേധാവി വഴി 2017 ഒക്ടോബർ 9-ന് കുത്തിയതോട് CI ഓഫീസിലെത്തി. ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയർ ഇട്ടിരുന്നതായി ആരോപണവും ഉയർന്നിരുന്നു. 2 ഉന്നതർ കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിരുന്നു. അതേസമയം തന്നെ ജൈനമ്മ തിരോധന കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കേസിൽ അറസ്റ്റിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശിനി സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ രക്തക്കറ ജൈനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇതു സംബന്ധിച്ച സ്ഥിരീകരണമുണ്ടായത്. ജൈനമ്മയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്തിയെന്ന നിഗമനത്തിന് കൂടുതൽ ബലം പകരുന്ന തെളിവാണ് കിട്ടിയത്. സെബാസ്റ്റ്യൻ വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളും ജൈനമ്മയുടേതാണെന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് പിറകുവശത്തെ മുറിയിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ശരീരാവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു. എന്നാൽ ശരീരാവശിഷ്ടങ്ങളുടെ DNA പരിശോധനാ ഫലം പുറത്തുവന്നിട്ടില്ല. ബിന്ദു പത്മനാഭൻ, ജൈനമ്മ, ഐഷ എന്നീ 3 സ്ത്രീകളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ കേസിലാണ് സെബാസ്റ്റ്യൻ സംശയനിഴലിലുള്ളത്. ഇവർ 3 പേരും കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ബിന്ദു പത്മനാഭന്റെ സ്വത്ത് കൈക്കലാക്കി മറച്ചുവിറ്റ കേസിലാണ് സെബാസ്റ്റ്യൻ നേരത്തെ അറസ്റ്റിലായിരുന്നത്. ബിന്ദുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെതിരെ പരാതി ഉയർന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താനായിരുന്നില്ല. ഇതിനിടെയാണ് ഏറ്റുമാനൂരിലെ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യൻ വീണ്ടും കസ്റ്റഡിയിലായത്. ഇതിൽ സെബാസ്റ്റ്യനെതിരെ കേസെടുക്കുകയും തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടുവളപ്പിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇത് കാണാതായ സ്ത്രീകളിൽ ആരുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാനുമായിട്ടിരുന്നില്ല. ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാലായിൽ വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ ജെയിൻ മാത്യു എന്ന ജൈനമ്മ 2024 ഡിസംബർ 23 രാവിലെ വീട്ടിൽ നിന്ന് കാണാതായതെന്നാണ് ഭർത്താവിന്റെ പരാതി ഉണ്ടായിരുന്നത്. ഇവർ സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയും താമസിക്കുകയും ചെയ്തിരുന്നു. ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചാകാം സെബാസ്റ്റ്യനുമായി സൗഹൃദമായതെന്നാണ് സൂചന. ഏറ്റുമാനൂർ പോലീസ് കേസ് നിലവിൽ കോട്ടയം ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ജൈനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായുള്ള പരിചയം തെളിഞ്ഞത്. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയത്. തുടർന്ന് സെബാസ്റ്റ്യനെതിരെ കൊലപാതകത്തിന് കൂടി കേസെടുത്തിരുന്നു. അതേസമയം ബിന്ദു പത്മനാഭൻ തിരോധന കേസിൽ വെളിപ്പെടുത്തലുമായി ബിന്ദുവിന്റെ അയൽവാസി ശശികല എത്തിയതോടെ വമ്പൻ വെളിപ്പെടുത്തൽ തന്നെയാണ് പുറത്തുവന്നത്. ഏറ്റുമാനൂർ ജൈനമ്മ വധക്കേസിൽ പിടിയിലായ ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ അന്വേഷണം നേരിടുന്ന കേസാണിത്. സെബാസ്റ്റ്യനും കൂട്ടാളി ഫ്രാങ്ക്ലിനും ചേർന്ന് ബിന്ദുവിനെ കൊന്നെന്ന് മൂവരുമായും അടുത്ത
ബന്ധമുണ്ടായിരുന്ന കടക്കര പള്ളി സ്വദേശി പൊന്നപ്പൻ ഫോൺ സംഭാഷണത്തിനിടെ വെളിപ്പെടുത്തുന്ന ശബ്ദരേഖയാണ് ശശികല പുറത്തുവിട്ടത്. സെബാസ്റ്റ്യന്റെ വീട്ടിലെ കുളിമുറിയിലാണ് കൊലപാതകമെന്ന് പൊന്നൻ വെളിപ്പെടുത്തുന്നത് ശബ്ദരേഖയിലുണ്ട്. മയക്കുമരുന്ന് നൽകിയ ശേഷമാണ് കൊന്നത്. പൊന്നനാണ് ബിന്ദുവിനെ സെബാസ്റ്റ്യനുമായും ഫ്രാങ്ക്ലിനുമായും ബന്ധിപ്പിച്ചത്. വസ്തുതല്ലാളായ പൊന്നനെ ഭൂമി വിൽക്കാനാണ് ബിന്ദു സമീപിച്ചത്. പിന്നീട് ഇരുവരുമായും ബിന്ദു അടുത്ത ബന്ധത്തിലായി. വസ്തു വിറ്റ ശേഷം പൊന്നന് കമ്മീഷൻ നൽകി. ബിന്ദുവിന്റെ വീട്ടിലെ കിടക്കയിൽ സൂക്ഷിച്ച വൻ തുക ഇവർ കൈക്കലാക്കിയെന്നും ശബ്ദരേഖയിലുണ്ട്. നേരത്തെ തിരോധാനം അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് ശബ്ദരേഖ കൈമാറിയിരുന്നെന്ന് ശശികല വെളിപ്പെടുത്തി. ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിനും ശബ്ദരേഖ കൈമാറി. നേരത്തെ ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തതായി പൊന്നൻ ഫോൺ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അന്വേഷണ സംഘവും ഇയാളെ ചോദ്യം ചെയ്തുവെന്നാണ് വിവരം. കടകരപ്പള്ളി ആലിങ്കൽ സമ്പന്ന കുടുംബാംഗം ബിന്ദു പത്മനാഭൻ 2013 ഓഗസ്റ്റിലാണ് കാണാതായത്. വിദേശത്തുള്ള ഏക സഹോദരൻ 2017 സെപ്റ്റംബറിലാണ് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത്. 2002 മരിച്ച അമ്മയുടെ പേരിലെ ഭൂമി 2003 വിറ്റതായും മറ്റും വിവരം ലഭിച്ചതോടെയാണ് രേഖകൾ സമാഹരിച്ച് പരാതിപ്പെട്ടത്. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. വ്യാജരേഖ ചമയ്ക്കൽ ഉൾപ്പെടെ അനുബന്ധ കുറ്റകൃത്യങ്ങൾ അന്വേഷണത്തിനിടെ കണ്ടെത്തുകയും സെബാസ്റ്റ്യൻ ഉൾപ്പെടെ ഏതാനും പേർ റിമാൻഡിലായതുമാണ്. സംസ്ഥാനത്ത് പുറത്തും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചെങ്കിലും ബിന്ദുവിനെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചിരുന്നില്ല. ബിന്ദു ജീവിച്ചിരിപ്പില്ലെന്നും തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യനാണെന്നും ക്രൈംബ്രാഞ്ച് നിഗമനത്തിലെത്തിയിരുന്നു. എന്നാൽ തെളിവ് ലഭിക്കാത്തതാണ് അന്വേഷണത്തിൽ പ്രതിസന്ധിയായത്. ജൈനമ്മയെ വെട്ടിയോ കുത്തിയോ കൊലപ്പെടുത്തിയ ചുട്ടരിച്ച ശേഷം കത്തിയോ വസ്ത്രമോ ബാത്റൂമിൽ കഴുകിയിട്ടുണ്ടാകാനാണ് സാധ്യത. ജൈനമ്മയുടേതെന്ന് കരുതുന്ന വാനിറ്റി ബാഗും വസ്ത്രാവശിഷ്ടങ്ങളും സമീപത്തെ കുളത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അടുപ്പിൽ കത്തിച്ച നിലയിൽ ലേഡീസ് വാച്ചിന്റെ ഡയലും ലഭിച്ചിരുന്നു. ജൈനമ്മയുടെ മൃതദേഹം മറവ് ചെയ്ത് മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചിട്ടുണ്ടാകാം എന്നും സംശയമുണ്ട്. ജൈനമ്മയുടെ 11 പവൻ ആഭരണങ്ങളിൽ 5 പവൻ 24-ന് സെബാസ്റ്റ്യൻ സഹായിയെ അയച്ച് പണം എടുത്തിരുന്നു. വിവിധ പണമിടപാട് സ്ഥാപനങ്ങളിലായി പണയം വെച്ച ആഭരണങ്ങൾ ജൈനമ്മയുടേതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 2 ആഴ്ച തുടരെ ചോദ്യം ചെയ്തിട്ടും വിവരങ്ങളൊന്നും വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത സെബാസ്റ്റ്യനെ വ്യാഴാഴ്ച വൈകുന്നേരം വീണ്ടും റിമാൻഡ് ചെയ്തു. അതേസമയം തന്നെ കൊലക്കേസല്ല, അതിനുമപ്പുറം ചാർജ് ചെയ്താലും തനിക്ക് പ്രശ്നമില്ലെന്നും ഒരു കേസും വ്യക്തമായി തെളിയിക്കാൻ സാധിക്കില്ലെന്നും ECI പുറത്തിറങ്ങുമെന്നും സീരിയൽ കില്ലർ സെബാസ്റ്റ്യന്റെ വെല്ലുവിളി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. 2 ആഴ്ച ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തിട്ടും വ്യക്തമായ ഉത്തരം നൽകാതെയും പോലീസിനെ വഴിതെറ്റിച്ചും വൈദഗ്ധ്യം തെളിയിച്ച പ്രതിക്ക് കൂസലില്ല. ജൈനമ്മ കൊലക്കേസിൽ വ്യക്തമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ ക്ഷീണവും ഉറക്കവും അഭിനയിച്ച് തന്ത്രം പയറ്റി. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ബിന്ദു, ഐഷ, സിന്ധു എന്നിവരെ പരിചയമുണ്ടെന്നല്ലാതെ മറ്റൊന്നും അറിവില്ലെന്നാണ് മൊഴി. ചേർത്തലയിലെ വീട്ടിലും കുളിമുറിയിലും കണ്ടെത്തിയ രക്തം തന്റേതാണെന്ന് സെബാസ്റ്റ്യൻ പറഞ്ഞു. കാലിലെ മുറിവ് ഉണങ്ങാതെ വന്നപ്പോൾ രക്തം തനിയെ പൊടിഞ്ഞതാണെന്നുമാണ് അവകാശവാദം.